ഇന്നലെ ഇന്ത്യ ബംഗ്ലാദേശുമായിട്ട് കളി ജയിച്ചപ്പോൾ പോയിന്റ് ടേബിൾ അടിമുടി മാറിയിരിക്കുകയാണ്. ഇന്ത്യക്ക് സന്തോഷ വാർത്തയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വേൾഡ് കപ്പിന്റെ ലേറ്റസ്റ്റ് പോയിന്റ് ടേബിളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. സൂപ്പർ 8-ൽ 2 ഗ്രൂപ്പുകളായിട്ടാണ് കളി നടക്കുന്നത്. ഓരോ ഗ്രൂപ്പിൽ നിന്നും 2 പേരാണ് സെമിയിലേക്ക് എത്തുന്നത്. ആദ്യമായിട്ട് ഗ്രൂപ്പ് 2 നോക്കിയാൽ ഇവിടെ ഒന്നാം സ്ഥാനത്ത് സൗത്ത് ആഫ്രിക്കയാണ്. അവർക്ക് 4 പോയിന്റ് ഉണ്ട്. രണ്ടാം സ്ഥാനത്ത് വെസ്റ്റ് ഇൻഡീസ് ആണ്. അവർക്ക് 2 മാച്ചിൽ നിന്ന് 2 പോയിന്റ് ഉണ്ട്. ഇതുപോലെ തന്നെയാണ് ഇംഗ്ലണ്ടിന്റെയും അവസ്ഥ. ഒരു ടീം എന്തായാലും സൗത്ത് ആഫ്രിക്ക കയറുമെന്നത് ഉറപ്പാണ്. രണ്ടാമത്തെ ടീം വെസ്റ്റ് ഇൻഡീസ് കയറാനാണ് സാധ്യത. ഇംഗ്ലണ്ട് കൂടുതലും പുറത്താകും. ഇനി ഇന്ത്യയുടെ ഗ്രൂപ്പ് നോക്കിയാൽ നിലവിൽ ഒന്നാം സ്ഥാനത്ത് 4 പോയിന്റോടെ ഇന്ത്യയാണുള്ളത്. രണ്ടാം സ്ഥാനത്താണ് ഓസ്ട്രേലിയ. അവർക്ക് 2 പോയിന്റ് ഉണ്ട്. ഇന്നലെ ബംഗ്ലാദേശുമായിട്ട് കളി ജയിച്ചതുകൊണ്ട് ഇന്ത്യ സെമി ഫൈനൽ ഉറപ്പിച്ചിരിക്കുകയാണ്. പക്ഷേ ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ ഓസ്ട്രേലിയ മാച്ചിൽ ഓസ്ട്രേലിയ കളി പൊട്ടിയാൽ അവർക്കത് വലിയ പണിയാണ്. ഓസ്ട്രേലിയ T20 വേൾഡ് കപ്പിൽ നിന്ന് പുറത്താകാൻ സാധ്യതയുണ്ട്. ഇന്ത്യയുടെ ഗ്രൂപ്പിൽ നിന്ന് ഇന്ത്യയും അഫ്ഗാനും കയറും. അതിന് അഫ്ഗാൻ ഇന്നത്തെ ഓസ്ട്രേലിയ അഫ്ഗാൻ മാച്ചിൽ കളി ജയിക്കണം. ഇന്ന് അഫ്ഗാനിസ്ഥാൻ കളി തോറ്റാൽ ഒഫീഷ്യലായിട്ട് തന്നെ ഇന്ത്യയും ഓസ്ട്രേലിയയും സെമിയിലെത്തും. ഇങ്ങനെ വരുമ്പോൾ ഇന്ത്യയുടെ മൂന്നാമത്തെ മത്സരം ചടങ്ങ് മാത്രമാണ്. മൂന്നാമത്തെ മാച്ച് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലാണ്. ആ മാച്ചിൽ ആര് ജയിച്ചാലും തോറ്റാലും ആർക്കും തന്നെ കുഴപ്പമില്ല. 2 ടീമുകളും സെമിയിലെത്തും. പക്ഷേ ഇന്നത്തെ മാച്ചിൽ അഫ്ഗാൻ ജയിച്ചാൽ പോയിന്റ് ടേബിളിൽ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കും. ബംഗ്ലാദേശിന് ഇനി കയറാൻ സാധിക്കില്ല. 2 മാച്ചിലെ 2 എണ്ണത്തിലും തോറ്റിരിക്കുകയാണ്. ഇനി അവസരമുള്ളത് ഇന്ത്യ, ഓസ്ട്രേലിയ, അഫ്ഗാൻ. കൂടുതലും ഇന്ത്യയുടെ ഗ്രൂപ്പിൽ നിന്ന് ഇന്ത്യയും ഓസ്ട്രേലിയയുമാണ് കയറാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യക്ക് വെസ്റ്റ് ഇൻഡീസിനെ ആയിരിക്കും സെമിയിൽ കിട്ടുന്നത്. കാരണം അവിടെ സൗത്ത് ആഫ്രിക്ക ഒന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യും. 1-2 ടീമുകളാണ് സെമിയിൽ ഏറ്റുമുട്ടുന്നത്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.